കോലടി ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നല്ലവരായ നാട്ടുകാർക്കും നളന്ദ കലാകായിക സമിതി കോട്ടൂരിന്റെ ആർദ്രമായ സ്വാഗതം. ഇന്ന് ഞാനൊരു പ്രസംഗ മത്സരത്തിൽ വേദിയിലല്ല ഇന്ന് ശരിക്കും ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയുകയാണെങ്കിൽ കോലടി ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവത്തിൽ ഞങ്ങൾ പങ്കെടുത്ത് തുടർച്ചയായി 5 കൊല്ലക്കാലം ഞങ്ങൾ ഇവിടെ ഓവറോൾ കിരീടം എന്ന നേട്ടം ഞങ്ങൾ ഈ നേടിയിട്ടുള്ള ഒരു ക്ലബ്ബാണ് ഞങ്ങളുടെ ക്ലബ്ബ്. അപ്പോ അതിനർത്ഥം ഒട്ടനവധി കലാകായിക പ്രതിഭകൾ ഞങ്ങൾക്കൊപ്പം ഇന്നും നിലകൊണ്ടുകൊണ്ട് ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഈ 5 വർഷക്കാലം ഞങ്ങൾക്ക് ഈ ഓവറോൾ കിട്ടിയത്. ഇത്തരം ഒരു ഓവറോൾ കിരീടം കിട്ടുമ്പോൾ അതിന്റെ ഫലം എന്തുമായിക്കോട്ടെ, കലാകായിക പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാൻ പഞ്ചായത്ത് യാതൊരുവിധ സഹായ സഹകരണങ്ങളോ അല്ലെങ്കിൽ കഴിവില്ലാത്ത ഒട്ടനവധി പ്രതിഭകളെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് നമ്മുടെ പഞ്ചായത്ത് ഈ കഴിഞ്ഞ മിനിഞ്ഞാന്ന് നടന്ന സ്പോർട്സ് മത്സരത്തിൽ ചെന്ന് മത്സരിക്കാനുണ്ടായിരുന്നു. അപ്പോ വളരെ നല്ല ഗംഭീരമായിട്ട് പരിപാടി നടന്നു. പരിപാടി ഞങ്ങളുടെ ക്ലബിന്റെ എല്ലാം നമ്മളും കൂടിയിട്ട് അവിടേക്ക് ചെല്ലുമ്പോ കണ്ട കാഴ്ച 6 കോടി ഷാജി മെമ്പറും പിന്നെ വേറെ നൈറ്റിന്റെ ചേട്ടനും മാത്രം അവിടെ ഉണ്ട്. വേറെ ഒരൊറ്റ ആളില്ല. 8 മണിക്ക് പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞു. 8 മണി കഴിഞ്ഞു. ഞങ്ങൾ അവിടെ ഇന്നും 9 മണി ആയിട്ട്. ഈ 9 മണി ആയിട്ട് അവിടെ ട്രാക്ക് വരച്ചിട്ടില്ല, ഒന്നും വരച്ചിട്ടില്ല. പുറത്തുള്ള ചുമതല പുറത്തുള്ള ഒരൊറ്റ ആൾ അവിടെ ഇല്ല. എന്നിട്ട് ഞങ്ങൾ ചെന്നതാണ് ഈ ട്രാക്ക് വരയ്ക്കലും മറ്റു കലാപരിപാടികളും അതേപോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും സ്പോർട്സിന്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തത്. അപ്പോ അതിനുള്ള കൂലി ഞങ്ങൾക്ക് വേണ്ടി അത് ഞാൻ പിന്നെ പറയാം. പ്രസക്തി ഞാൻ പറയാം. കോലടി പഞ്ചായത്തിന്റെ പ്രസക്തി പറഞ്ഞത് വേണ്ട, നമുക്ക് മറ്റേ കാര്യങ്ങൾ പറയാം. അപ്പൊ കോലടി പഞ്ചായത്തിന്റെ പ്രസക്തി ഇപ്പൊ നാരായണേട്ടൻ പറഞ്ഞു. കോലടി പഞ്ചായത്തിന് നമ്മുടെ കേരളോത്സവത്തിന്റെ പ്രസക്തിയാന്ന് പറഞ്ഞത്. അപ്പൊ കേരളോത്സവം കേരളത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ കോലടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസക്തിയാണ്. കോലടി ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വലിയ കെട്ടിടമുണ്ട്, എല്ലാ നല്ല കാര്യങ്ങളും നടത്താനുള്ള ഒട്ടനവധി മെമ്പർമാരുണ്ട് എന്നാണ് ഇപ്പൊ പറയണത്. എന്നാ വളരെ വളരെ ഗംഭീരമായിട്ട് പരിപാടി നടത്തുമ്പോ അതില് കഴിവുള്ള പ്രതിഭകളെ അംഗീകരിക്കാൻ തയ്യാറാവാത്ത ഒട്ടനവധി പ്രതിഭകൾ ഇന്നും ഇവിടെ ഉണ്ട്. എന്തെങ്കിലും ഉദാരമായ കാര്യങ്ങളാണ് ആ കാഴ്ചകൾ അന്ന് അവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും കാണാൻ സാധിക്കും. അപ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം ശ്രീജ, അവിടെ ഇരിക്കുന്ന ശ്രീജ KS എന്ന് പറയുന്ന ആ കുട്ടി കേരളോത്സവം കേരള നടനം എന്ന ഐക്യത്തിൽ കേരള തലത്തിൽ വരെ 1ാം സ്ഥാനം ലഭിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോ അതിനെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കാനോ ഇന്നേ വരെ ഈ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ സഹായ സഹകരണങ്ങളോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഈ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഈ മീറ്റിംഗിൽ ഞങ്ങൾ വിളിച്ച് ഇതൊക്കെ ഞങ്ങൾ ഈ മീറ്റിംഗിൽ വെച്ചിട്ട് പരിപാടിയിൽ പറഞ്ഞു. മീറ്റിംഗിൽ പരിപാടി വെച്ച് പറഞ്ഞപ്പോ അവര് പറഞ്ഞ കാര്യം എന്താണെന്നുണ്ടെങ്കിൽ മീറ്റിംഗ് നമുക്ക് ഈ കൊല്ലം പരിപാടി ഗംഭീരാക്കി നടത്താം, ഈ കൊല്ലം നല്ല രീതിയിൽ പരിപാടി നടത്തും, അതിന് നിങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ, ഞങ്ങളെല്ലാവരും ഒപ്പം നിന്നു, പരിപാടി നടത്തി, പ്രോത്സാഹനം ചെയ്തു. പ്രോത്സാഹനം ചെയ്യണത് വേറെ ഒന്നുമല്ല, കഴിവില്ലാത്ത പ്രതിഭകളെ അവർ മാറ്റി നിർത്തുന്നതിന് പകരം കഴിവില്ലാത്ത പ്രതിഭകളെ ഉയർത്തുന്ന തരത്തിലാണ് പ്രോത്സാഹനം നടത്തിയത്. വളരെ വളരെ നല്ല രീതിയിലാണ് നടത്തിയത്. അപ്പൊ ഞങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം കഴിവുകളുള്ള കാര്യക്കാരൻ അതാണ് ഇപ്പൊ ഉണ്ടായത്. ഞങ്ങൾ 25 പേരുള്ളത് കഴിഞ്ഞാൽ ആ 25 പേരെ മൈൻഡ് ചെയ്യാത്ത തരത്തിൽ അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാത്ത തരത്തിൽ മറ്റു 100 പേര് വന്നു. ഇന്ന ഐറ്റം ഇന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അതിലവരെ പറ്റിയ അങ്ങനെ പറഞ്ഞപ്പോ അവര് വന്നു, അന്ന് അങ്ങനെ ചെയ്യാം, അത് അങ്ങനെ ആ രീതിയിൽ നടക്കട്ടെ, അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് അവിടെ നടന്നത്. അപ്പോ അവരുടെ ഞങ്ങളിപ്പോ കേരളോത്സവത്തിൽ മത്സരിക്കാൻ ആ സ്ഥലത്ത് ഞങ്ങൾ മത്സരിക്കാത്തതിന്റെ കാരണവും ഇത് തന്നെയാണ്. കാരണം നമ്മുടെ പഞ്ചായത്ത് എന്ന് കഴിവുള്ള പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുവാൻ എത്തിച്ചേർന്നുവോ അന്ന് മാത്രമാണ് ഞങ്ങൾ നളന്ദ കലാകായിക സമിതി കോട്ടൂർ എന്ന് പറയുന്ന സംഘടന ഇവിടെ ഈ മത്സരത്തിൽ ഇവിടെ എത്തിച്ചേരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംസാരിക്കുന്നു. പിന്നെ ഇന്ന് സ്റ്റേജിൽ ഞാൻ പറയാൻ പാടാത്ത കാര്യങ്ങളാണ് ഇവിടുന്ന് പറഞ്ഞത്. അപ്പോ വളരെ നല്ല വരുമ്പോ ഒരുവിധം എല്ലാവർക്കും സന്തോഷമായി കാണും. യഥാർത്ഥത്തിലേക്ക് മെമ്പർമാരുടെ കൊച്ചുമക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ എല്ലാവർക്കും വളരെ സന്തോഷമായി ഉണ്ടാവും. അപ്പൊ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, നിങ്ങളുടെ സന്തോഷമായിട്ടുള്ള പരിപാടികളൊക്കെ നടക്കട്ടെ. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. ജഡ്ജസിനോട് പറയാനുള്ളത് എന്റെ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ സ്റ്റേജിൽ പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനെനിക്ക് മാപ്പ് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.